ഇതാണ് മുംബൈയിലുള്ള ബാന്ദ്ര ടെർമിനസ്. ബാന്ദ്ര ടെർമിനസ് എന്ന് പറഞ്ഞാൽ ബാന്ദ്ര സ്റ്റേഷനല്ല, ബാന്ദ്ര ടെർമിനസ് സെപ്പറേറ്റ് ആണ്. ഇതാണ് ബാന്ദ്ര ടെർമിനസ് സ്റ്റേഷൻ. ഇന്ന് ഈ സ്റ്റേഷനിലെ റിട്ടയറിംഗ് റൂം കാണിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ വന്നത്. ഞാൻ ഇന്നലെ രാത്രി ഇവിടെ എത്തി. ഇന്നലെ രാത്രി ഞാൻ റിട്ടയറിംഗ് റൂമിൻ്റെ വീഡിയോസ് ക്യാപ്ചർ ചെയ്തു. ഇപ്പോൾ രാവിലെ ഇറങ്ങാൻ നേരം പുറത്തുനിന്നൊരു വെൽക്കം എടുക്കുന്നുള്ളൂ. ഇപ്പോൾ നമുക്ക് ഉള്ളിൽ പോയിട്ട് നമ്മുടെ റിട്ടയറിംഗ് റൂം എങ്ങനെയുണ്ടെന്ന് കാണാം. നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ ഫസ്റ്റ് ഫ്ലോറിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന വിൻഡോസ് ഒന്നാണ് റിട്ടയറിംഗ് റൂം. നമുക്ക് ഉള്ളിൽ പോയിട്ട് റിട്ടയറിംഗ് റൂം എങ്ങനെയുണ്ട്, അതെങ്ങനെ എടുക്കുന്നതൊക്കെ കാണാം. ഞാൻ റിട്ടയറിംഗ് റൂം ബുക്ക് ചെയ്ത് IRCTCയുടെ റിട്ടയറിംഗ് റൂം വെബ്സൈറ്റിൽ കൂടിയാണ്. അതായിരിക്കും ഏറ്റവും എളുപ്പമുള്ള വഴി. ബിൽഡിംഗ് മെയിൻ ടെർമിനസ് ബിൽഡിങ്ങിനകത്ത് കയറുമ്പോൾ ഹെഡ് ടിക്കറ്റ് എക്സാമിനർ ഓഫീസ് കാണാം. അവിടെ ഒരു ചെറിയ ബോർഡ് കാണാം റിട്ടയറിംഗ് റൂം ബുക്കിംഗ് എന്നുള്ളത്. അവിടെ ഒരു ഓഫീസ് ഉണ്ട്. അവിടെ നമ്മൾ ചെന്ന് നമ്മൾ ബുക്കിംഗ് കാണിച്ചു കഴിഞ്ഞാൽ അവർ ബുക്കിംഗ് വെരിഫൈഡ് താക്കോൽ വരും. എന്നിട്ട് റൂമിലേക്ക് പോവാം. ഈ ലിഫ്റ്റ് കയറി പോകണമെന്നാണ് എന്നോട് പറഞ്ഞത്. ഇൻഫാക്റ്റ് അവിടെ ഓപ്പോസിറ്റ് സൈഡ് റിട്ടയറിംഗ് റൂം എന്നുള്ള ബോർഡ് കാണാം. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട്. നോൺ AC റിട്ടയറിംഗ് റൂമാണ്. AC വേറെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. IRCTCയിലെ നോൺ AC ഓപ്ഷൻ മാത്രമേ കാണിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഇവിടെ 4 റൂമാണുള്ളത്. അതിൽ 4 നിലയുടെ താക്കോൽ എനിക്ക് തന്നിരിക്കുന്നത്. 24 hours 1280 പ്ലസ് GST ആണ് വാടക. ഇതാണ് നമ്മുടെ റൂം. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന റൂം. വലിയ റൂമാണ് കേട്ടോ. ഹ്യൂജാണ് മുറി. ഫാനുണ്ട്. നല്ലൊരു ഡബിൾ ബെഡുണ്ട്. അത് റെയിൽവേസിൻ്റെ വിരിപ്പനവർക്ക് മതിയാവുന്നില്ല. പിന്നെ ഇവിടെ ആയിട്ടാണ് ടോയ്ലറ്റ്. ഒരു നിമിഷം ഒന്ന് അന്താളിച്ച് ടോയ്ലറ്റ് വാതിലില്ല. ടോയ്ലറ്റ് ഇതാണ് ടോയ്ലറ്റ്. ഇവിടെ തന്നെ കുളിക്കാനുള്ള സൗകര്യം, ഹീറ്ററുണ്ട്, ഇതെല്ലാം ഉണ്ട്. വെസ്റ്റേൺ കമോഡാണ്. ഇതെന്താണെന്ന് അറിയില്ല. ഇത് പുറത്തോട്ട് യൂട്ടിലിറ്റി ഏരിയ ആണത്. ഇതൊക്കെയാണ് ഉള്ളത്. പുറത്ത് കമോഷാണ്, പുറത്ത് റോഡാണ്. രാത്രി മുഴുവൻ ബഹളമായിരിക്കും ഇവിടെ. നോൺ AC അടച്ചിടാനും പറ്റില്ല. അപ്പോൾ ഇതൊക്കെയാണ് റിട്ടയറിംഗ് റൂം വിശേഷങ്ങൾ ബാന്ദ്ര ടെർമിനസിൽ. ബോംബെയിൽ വരികയാണെങ്കിൽ ഈ സൈഡിലേക്ക് വരികയാണെങ്കിൽ ബാന്ദ്ര ടെർമിനസിൽ റിട്ടയറിംഗ് റൂം ഒരു നല്ല ഓപ്ഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഞാൻ ഇന്ന് രാത്രി കിടന്ന് ഉറങ്ങി കഴിഞ്ഞിട്ട് എൻ്റെ ശരിക്കുള്ള ഒപ്പീനിയനെ വെച്ചുകൊണ്ട് സൈൻ ഔട്ട് എടുക്കാം. റൂം കുറച്ച് അലമ്പ് കണ്ടീഷനിൽ, അത് ഇന്നലെ രാത്രി ഉപയോഗിച്ചുകൊണ്ടാണ്. ഒരു ബ്ലാങ്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പില്ലോ ഉണ്ട്. അത്യാവശ്യം തണുപ്പുണ്ടായിരുന്നു. ബോംബെയിൽ ഇതുവരെ സമ്മർ സ്റ്റാർട്ടായിട്ടില്ല. അപ്പോൾ ചെറിയ തോതിലൊരു തണുപ്പുണ്ടായിരുന്നു. നല്ല സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. പുറത്ത് നല്ല ട്രാഫിക്കിൻ്റെ ശബ്ദമൊക്കെ ഉണ്ട്. ബട്ട് ദാറ്റ്സ് ഫൈൻ. നമ്മൾ രാത്രിക്ക് വേണ്ടിയല്ല എടുത്തത്. ഈ 798 രൂപയ്ക്ക് ഇത് സെർച്ച് ചെയ്യണം ഒരു വർത്ത് ഓപ്ഷനാണ്. ബോംബെ ഏരിയയിൽ ബാന്ദ്ര ടെർമിനസും കുർള ടെർമിനസിലും മാത്രമേ ഇത് കാണിക്കുന്നുള്ളൂ. സോ ഇറ്റ്സ് എ ഗുഡ് ഓപ്ഷൻ ഇഫ് യു ട്രാവലിംഗ് ടു ദി സൈഡ്. ഇതൊക്കെയാണ് റൂമുകൾ. ഇവിടെ AC നോൺ AC ഉണ്ട്. AC-ക്ക് 1500, നോൺ AC-ക്ക് 1280, രണ്ടും പ്ലസ് GST. AC ഓൺലൈൻ അവൈലബിൾ അല്ല, നോൺ AC മാത്രമേ ഓൺലൈൻ ഉള്ളൂ. AC വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൗണ്ടറിൽ ഒന്ന് മേടിക്കേണ്ടി വരും. ഇതാണ് ടെർമിനൽ ബിൽഡിങ്. അപ്പുറത്തോട്ടാണ് പ്ലാറ്റ്ഫോംസ്. അതാണ് പ്ലാറ്റ്ഫോം നമ്പർ 1. ഇന്നലെ അവിടെയാണ് നമ്മൾ വന്നത്, പ്ലാറ്റ്ഫോം നമ്പർ 1. ഇന്നലെ ഇങ്ങോട്ട് വരുന്നതിന് വീഡിയോ ഒന്നും എടുത്തില്ല, കാരണം ഞാൻ ഉറങ്ങിപ്പോയി. പിന്നെ ഇതാണ് സ്റ്റേഷൻ. നമുക്കെന്നാൽ ഈ കീ തിരിച്ചു കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ അടുത്ത യാത്ര തുടങ്ങാം. അടുത്ത യാത്ര ഇവിടെ നിന്നല്ല, അടുത്ത യാത്ര ബോംബെ എയർപോർട്ടിൽ നിന്നാണ്. ഞാനിവിടെ ഒരു ടാക്സി എടുത്തു. ഞാൻ ആദ്യം ശരിക്കും ഇവിടുന്ന് ലോക്കൽ ട്രെയിനിൽ പോകുന്നതായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു. ലോക്കൽ ട്രെയിൻ അന്തേരി പോയി അങ്ങനെ പോകുന്ന വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ 7 മണിയായി. എനിക്ക് 8:05 എയർപോർട്ടിൽ എത്തണം. അപ്പോൾ ആ ഒരു റിസ്ക് എടുക്കേണ്ട, ക്യാബിന് പോകുന്നതാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. മനസ്സ് മാറുമെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവുന്നതായിരിക്കുന്നു. ഇതുപോലത്തെ കൂടുതൽ ഇൻഫോർമേറ്റീവ് കണ്ടൻറ്റിനായിട്ട് തീർച്ചയായിട്ടും പ്ലാറ്റ്ഫോം 7 ഫോളോ ചെയ്യുക. പ്ലാറ്റ്ഫോം 7 സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ്സ് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.